ശ്രീ കെ പി ധനപാലൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായിരുന്ന ശ്രീ കെ പി ധനപാലൻ 2026 മെയ് 30 അന്തരിച്ചു. 1950 ഏപ്രിൽ 14 എറണാകുളം ജില്ലയിലെ കളത്തിൽ പങ്കജാക്ഷൻ്റെയും മാധവിയുടെയും മകനായാണ് ജനനം. 15ാം ലോക്സഭയിൽ 2009 മുതൽ 2014 വരെ ചാലക്കുടി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശ്രീ കെ പി ധനപാലൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. 5 പതിറ്റാണ്ട് അധികകാലം കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കെ പി ധനപാലൻ വടക്കൻ പറവൂർ SN സ്കൂളിൽ KSU യൂണിറ്റ് പ്രസിഡന്റായാണ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. മാല്യങ്കര ശ്രീനാരായണ മംഗലം SNM കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി ബിരുദം നേടി. UC കോളേജിലെ മികച്ച സംഘാടകനായിരുന്ന അദ്ദേഹം അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ചു. അദ്ദേഹം 2001 മുതൽ തുടർച്ചയായി 6 വർഷക്കാലം എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. തുടർന്ന് KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, AICC അംഗം എന്നീ പദവികളും വഹിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കേരളത്തിൻ്റെ സഹകരണ വിദ്യാഭ്യാസ മേഖലകളിൽ കെ പി ധനപാലൻ നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. സംസ്ഥാന സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാനായിരുന്ന കാലത്ത് ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി ജനകീയ പദ്ധതികൾ അദ്ദേഹം വിജയകരമായി നടപ്പാക്കി. കൂടാതെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെനറ്റ് അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നിർണായകമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. പാർട്ടി നിർദ്ദേശം അപ്പാടെ അംഗീകരിക്കുന്ന നിലപാടാണ് എന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. വികസന പ്രശ്നങ്ങളിലും ജനകീയ കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കെ പി ധനപാലൻ ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ ഹൃദയം നേടി. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുരംഗത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ്. അന്തരിച്ച മഹൽ വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.